ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഓണത്തിന് നമുക്ക് സദ്യയോടൊപ്പം വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പായസം ഞാനിവിടെ നുറുക്കരി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് നുറുക്കരി എന്നും പൊടിയരി പിന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് വെച്ചിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മുടെ മട്ട അരിയുടെ ചെറുത്, അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ഒരു റൈസ് വെച്ചിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും വെന്ത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 4-5 വിസിലും കൂടി അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില കുക്കറിൻ്റെ മാറ്റത്തിനൊക്കെ അനുസരിച്ച് ഇത് വേവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് ഇത് ബാക്കി ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് ചൂടായ ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റെസിപ്പി മുഴുവനായിട്ടും നമുക്ക് കുക്കറിൽ ചെയ്യാം. അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ ആദ്യം ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തതിന് ശേഷം പിന്നെ റൈസ് ഇട്ടിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേറെ ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു കളറാണ് നമുക്ക് പായസത്തിന് കിട്ടുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെയാണ് പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കാരമലായിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര നല്ല കട്ട പിടിച്ചിട്ട് ഉണ്ടാവുക. അതൊന്ന് ചൂടാകുന്ന സമയത്ത് അത് മെൽട്ടായിട്ട് വന്നോളൂ. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മെൽട്ടായി നമ്മുടെ പാലിൽ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ചേർത്ത് കൊടുക്കാം. ആ റൈസ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റൈസ് ഒന്ന് കട്ട ഇട്ടിട്ടേ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോയിക്കോളും. ഈ ഒരു പായസം നമുക്ക് ഈ റൈസ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ചൗവരിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്ത പായസം പോലെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ പായസം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് എൻ്റെ കയ്യിലെല്ലാം നട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം പിന്നെ ഈ ഒരു ലെവലിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഒന്ന് കുറുക്കി എടുത്തിട്ടാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. നല്ല കുറുകിയിട്ടുള്ളൊരു പായസമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നുറുക്കരി വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു പായസം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത്തവണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പീസും സദ്യ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.